ലോകത്തെ ഭീതിയിലാഴ്ത്തി ചൈനയിൽ പടർന്നു പിടിച്ച കൊറോണ വൈറസ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ 100-ലധികം പേർക്ക് കൊറോണ പിടിപെട്ടതായി റിപ്പോർട്ടുകൾ ലഭ്യമാവുകയുണ്ടായി. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആദ്യം കൊറോണ സ്ഥിരീകരിച്ചത് ദുബായിലായിരുന്നു. ദുബായിലെത്തിയ ചൈനീസ് ദമ്പതികൾക്കായിരുന്നു കൊറോണ സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാനിൽ നിന്നും കുവൈറ്റിലേക്കും ഒമാനിലേക്കും ബഹ്റൈനിലേക്കും എത്തിയവർക്കും ഇപ്പോൾ കൊറോണ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് കർശന നിരീക്ഷണമാണ് UAE പുലർത്തിപ്പോരുന്നത്. കൊറോണ വൈറസ് രോഗികളെ ചികിത്സിക്കാൻ നൂതന സംവിധാനങ്ങളോടെ മെഡിക്കൽ സിറ്റി സ്ഥാപിക്കുമെന്ന് ഇപ്പോൾ UAE റിപ്പോർട്ട് ചെയ്യുകയാണ്. UAE നിന്നുള്ള കൊറോണ രോഗികളെയും ഇവിടെ ചികിത്സിക്കുന്നതായിരിക്കും. ഏത് സാംക്രമിക രോഗവും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള അത്യാധുനിക സംവിധാനം UAEക്കുണ്ടെന്ന് ആരോഗ്യ രോഗപ്രതിരോധ വിഭാഗം മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ ഒവൈസ് വ്യക്തമാക്കി. മെഡിക്കൽ സിറ്റി സജ്ജമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. താമസ കേന്ദ്രങ്ങളിൽ നിന്നും ഏറെ അകലെയാണ് കൊറോണ മെഡിക്കൽ സിറ്റി സ്ഥാപിക്കുക എന്നത്. രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം നിരീക്ഷണത്തിലുള്ളവരെ പ്രത്യേകം പാർപ്പിക്കാനും ഇവിടെ സൗകര്യമുണ്ടാകും. UAEയിൽ ഇതുവരെ 13 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചതായുള്ള വാർത്തകളും പുറത്തേക്ക് വന്നത്. ഇതിൽ 3 പേർ രോഗമുക്തി നേടി ആശുപത്രി വിടുകയും ചെയ്തു. ചികിത്സയിലുള്ള 10 പേരിൽ 8 പേർ സുഖം പ്രാപിച്ചു വരുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 2 പേർ മാത്രമാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളതെന്നാണ് അധികൃതർ പറയുന്നത്. കൊറോണ വൈറസ് അഥവാ COVID-19 വ്യാപനം ശക്തമായതോടെ ചൈന ഉൾപ്പെടെ 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ നിരീക്ഷണം UAE ശക്തമാക്കിയിരിക്കുകയാണ്. ഹോങ്കോങ്, ദക്ഷിണ കൊറിയ, ഇറാൻ, ജപ്പാൻ, സിംഗപ്പൂർ, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെയാണ് പ്രത്യേകം നിരീക്ഷിക്കുക. രോഗലക്ഷണങ്ങളുള്ളവരെ 28 ദിവസം നിരീക്ഷണത്തിൽ പാർപ്പിക്കും. രോഗബാധിതരുമായി അടുത്തിടപഴകുന്നവരെയും നിരീക്ഷിക്കുന്നതായിരിക്കും. കൊറോണയ്ക്കെതിരെ കർശന നിർദ്ദേശങ്ങളുമായാണ് UAE രംഗത്തെത്തുന്നത്. ഇതിനോടകം തന്നെ കൊറോണ വൈറസ് പ്രതിരോധിക്കുന്നതിനായി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് UAE നൽകി കഴിഞ്ഞു. എന്നാൽ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ തടവും ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. അതിനാൽ തന്നെ കർശന നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പ്രവാസികളും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊള്ളുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.